ചാനലിൽ നിന്ന് എത്ര രൂപ കിട്ടി? അധികത തന്നേക്ക്. എനിക്ക് വക്കീലിനെ കാണണം. അച്ഛൻ കാക്കിയമ്മയെ കൊന്നതെന്തിനാണെന്ന് ആദ്യം പറയൂ. നീ അതറിയണ്ട. അത് ഞാൻ അറിയണ്ടെങ്കിൽ ഞാൻ സമ്പാദിച്ച പണം അച്ഛൻ പ്രതീക്ഷിക്കണ്ട. എന്താ നീ പറഞ്ഞത്? ധിക്കാരി. എന്തിനാണെന്ന് പറയൂ. എന്തിന്? എന്നെ കാക്കിയമ്മയെ കൊന്നതെന്തിനാണെന്ന് പറഞ്ഞ പണം തരാം, ഇല്ലെങ്കിലില്ല. അച്ഛന് എനിക്കറിഞ്ഞേ തീരൂ. പാവം എന്റെ ചമ്പയുടെയും രാരിയുടെയും അമ്മ. എന്താ ഇവിടെ? കാക്കിമയെ കൊന്നതെന്തിനാണെന്ന് ഞാൻ അച്ഛനോട് ചോദിച്ചു. അപ്പോ എന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. ആർക്കറിയാം, അനിയന്റെ ഭാര്യ എന്നത് മറന്ന് അവളെയും കയറി പിടിച്ചു കാണും. നിന്നെ ഒരു വേശി അനിയത്തെ കാണാൻ എനിക്ക് സാധ്യമല്ല. ഞാനവിടെ കാളികെട്ടില് കാണാൻ പാടില്ലാത്ത സ്ഥലത്ത് വെച്ച് കണ്ടു. ഞാനത് സഹിക്കണമായിരുന്നു. അവൾ അങ്ങനെ പണം ഉണ്ടാക്കിയത് സുദേവനെ ചെന്നൈയിൽ കൊണ്ടുപോയി ചികിത്സിക്കാനാണ്. അതിനു വേണ്ടിയാണ് അവൾ. അവന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിലും മൂത്രം പോകാതെ നീര് വെട്ടി വേദനിക്കുന്നത് കണ്ട ഈ 60-ാം കാലത്തിലും എനിക്കും ചിലപ്പോൾ അങ്ങനെ പോകേണ്ടി വരും. അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുപോകേണ്ടി വരും. വേറെ എന്തെടുത്തിട്ട് വിൽക്കും ഇവിടെ. ക്രിസ്തുവിന് 400 വർഷം മുമ്പുള്ള ചരിത്രം, കാശിന് വിലയില്ലാത്ത ചരിത്രം. ഷിബ്ദേ ബാബു, എന്താ ഈ നേരത്ത്? എത്രയും വേഗം നിന്നെ ഇവിടുന്ന് മാറ്റാനാണ് ഓർഡർ. മാറ്റാനോ? എവിടേക്ക്? ജയിലിലേക്ക്. ചേതന, വേഗം ആ കയറുമെടുത്തുകൊണ്ട് എന്നോടൊപ്പം വരൂ. ബാബു, അവള് ചെറിയ കുട്ടിയാണ്. അവൾക്ക് തനിയെ ചെയ്യാൻ സാധിക്കുമോ? അത് നേരത്തെ ചിന്തിക്കണമായിരുന്നു ഗൃഥാത. ആണുങ്ങൾ മാത്രമുള്ള ആലപ്പൂർ ജയിലിലേക്ക് ഇവിടെ അയക്കുന്നത്? അതോർത്ത് വിഷമിക്കേണ്ട ഗൃഥാത. ജയിലിൽ അവൾക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അത് ഞാൻ ഉറപ്പുതരാം. വേഗം വരൂ ചേതന. അച്ഛാ, എന്നെ അനുഗ്രഹിക്കണം. നിൽക്ക് ഒരു നിമിഷം മോളെ. ഈ ചന്ദനത്തിന് കത്തിച്ച് പ്രാർത്ഥിക്ക്. ഈ മദ്യം നമ്മുടെ പിതാമഹന്മാരെ ധ്യാനിച്ച് 3 വട്ടം തെറിപ്പിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ചേതന, ഐജി ബാബു എത്തിയിട്ടുണ്ട്. അയാളോട് നീ അതും ഇതും പറയാനൊന്നും നിൽക്കണ്ട. ഒരു വല്ലാത്ത മനുഷ്യനാ. എന്തായാലും വാ, തൂക്കുമരം പരിശോധിക്കണം. എന്താ ഇത്? ഇതിൽ കുടുക്കിട്ടില്ലല്ലോ. കൃത്യം നടപ്പാക്കുന്നതിന് തൊട്ടു മുൻപ് മാത്രമേ കുടുക്കിടാറുള്ളൂ ഐജി ബാബു. ഈ മണച്ചാക്കിന്റെ തൂക്കം ഒരു 75 കിലോയിൽ കൂടുതലുണ്ടാവും സാബ്. ഈ കയറിന്റെ ഭാരം എത്ര വരും? 3.2 കിലോ. എങ്ങനെ അറിയാം ഇത്ര കൃത്യമായിട്ട്? പരിചയം സാബ്, കണ്ടും കേട്ടുമുള്ള പരിചയം. നീ ആവശ്യത്തിൽ കൂടുതൽ സംസാരിക്കുന്നു. 770 പേരാണ് നേരിൽ കാണാൻ അനുവാദം വാങ്ങിച്ചിട്ടുള്ളത്. മറ്റന്നാൾ രാവിലെ 4:30 കൃത്യം നടക്കുന്നതുവരെ ഇവിടെ നിർത്താനാണ് മുകളിൽ നിന്നുള്ള ഡയറക്ഷൻ. ചേതന, യതീന്ദ്രനാഥ് ബാനർജിയുടെ സഹോദരൻ രാഷ്ട്രപതിക്ക് സമർപ്പിച്ച ദയാഹർജിയിന്മേലുള്ള തീരുമാനം ഉടനെ വരും. ഇത്തവണ ഇത് മാറ്റിവെക്കൂ? ഇല്ല, അതിനൊരു സാധ്യതയുമില്ല. അതെ, ഇല്ല. അയാളിൽ മരണലക്ഷണം കാണുന്നുണ്ട്. കഴുത്ത് നീല നിറമായിരിക്കുന്നു. ഷിബ്ദേ ബാബു, എന്താ? 3-ാം നമ്പർ സെല്ലിൽ എന്തുണ്ടായി? എന്തിനാണ് അയാൾ നിലവിളിക്കുന്നത്? ദയാഹർജി വീണ്ടും തള്ളി. അവന്റെ റേഡിയോയിൽ ഇപ്പോഴും വാർത്ത തുടരുകയാണ്. അപ്പോൾ നാളെ രാവിലെ കൃത്യം 4:30 മണിക്ക് യതീന്ദ്രനാഥ ബാനർജി തൂക്കിലേറ്റപ്പെടും. അയാൾ ഇപ്പോഴും കരയുകയാണോ? അയാൾ പൂജ ചെയ്യുകയാണ്.
ചേതന, ഇതാ പ്രസാദമാണ്. ഈ റേഡിയോ ഇനി എനിക്ക് വേണ്ട. ചേതന ഇത് വെച്ചോളൂ. വിവാഹം കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ജയിലിലായി. അതിൽ പിന്നെ എന്റെ ഭാര്യയോടൊത്ത് ഞാൻ കഴിഞ്ഞിട്ടില്ല. ഒരു സ്ത്രീയെ ശരീരത്തോട് ചേർത്ത് പിടിക്കുന്നതിന്റെ സന്തോഷം എനിക്കിപ്പോൾ ഓർമ്മയേയില്ല. ചേതന, നിനക്ക് എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാമോ? അങ്ങനെ അങ്ങനെ. യതീന്ദ്രബാബു, നിങ്ങൾ കരയുകയാണോ? നിങ്ങളുടെ ഹൃദയത്തിൽ വല്ലാത്ത ചൂടുണ്ടല്ലോ. നിങ്ങളുടെ കഴുത്തും വല്ലാതെ പിടയ്ക്കുന്നുണ്ട്. അതൊരു കുടുക്കിന് വേണ്ടി യാചിക്കുന്നത് പോലെ. ഇനി എനിക്ക് സന്തോഷത്തോടെ പോകാം. എന്റെ എല്ലാ ആഗ്രഹവും സാധിച്ചു. ഇതായതി ഗ്ലൂക്കോസ് വെള്ളമാണ്, കുടിച്ചോളൂ. ക്ഷീണമുണ്ടോ? ഇല്ല ബാബു, ചേതനയെ ഇവിടെ തന്നെ ഇരുത്തണം. എനിക്കവളെ കണ്ടുകൊണ്ടേയിരിക്കണം. എടാ വിഡ്ഢി, അവള് നിന്നെ കൊല്ലാമെന്നവളാ. എന്നാലെന്ത്, നല്ല ഭംഗിയല്ലേ ഇവളെ കാണാൻ. ചേതന, എന്റെ കയ്യും കാലും നീ കെട്ടുമ്പോൾ സൂക്ഷിക്കണം. മുറുക്കി കെട്ടരുത്. കാറ്റും വെളിച്ചവും തട്ടാതെ എന്റെ തൊലി വളരെ ലോലമായി പോയി. ഒരുപാട് മുറുക്കിയാൽ അത് മുറിച്ച് ചോര വരും. എന്താ, ചേതനയ്ക്ക് ബോറടിക്കുന്നുണ്ടോ? ഇല്ല. എന്റെ വീട്ടിൽ നിന്ന് ഇനി ആരും വരികയില്ല. നീ തന്നെയാണ് എന്റെ ബന്ധുവും ശത്രുവും. എന്തൊരു തമാശ അല്ലേ ചേതന? ചേതന, നീ ഇവിടെ ഇരിക്കാൻ പോവാണോ? അതെ, പുലർച്ചെ 2 മണിക്ക് ഉണരണം. 4:30 കൃത്യം. ഉറങ്ങിപ്പോകരുത്. കൃത്യം 2 മണിക്ക് ബെല്ല് മുഴങ്ങും. അതിന് ഞാൻ ഉറങ്ങുന്നില്ല ബാബു. ചേതന, എന്താണ് ചിന്തിക്കുന്നത്? പേടിയുണ്ടോ തനിക്ക്? ഇല്ല. നോക്ക്, തൂക്കുമരത്തിന് താഴെ നിലവറപ്പലകയുടെ വെളുത്ത വൃത്തത്തിനുള്ളിൽ അതാ അയാൾ നിൽക്കുകയാണ്. ചേതന, ഇതാ കയറ്. ഇനി എല്ലാം 1 നിമിഷം കൊണ്ട് വേണം. വേഗം. യതി ബാബു, മഴ ചാറുന്നുണ്ട്. ചാറ്റൽ മഴ. എന്റെ അവസാനത്തെ മഴ. നല്ല തണുപ്പുമുണ്ട്. ആരോ സംസാരിക്കുന്നത് കേൾക്കുന്നു. ആരാണത്? എന്റെ പിതാമഹന്മാർ. ഒരുപക്ഷെ നിങ്ങളുടെയും. നീ എന്തിനാണ് എന്റെ കൈകൾ കൂട്ടിക്കെട്ടുന്നത്? സ്വതന്ത്രവും നിവർന്നതുമായ കൈപ്പത്തി ഒരു വലിയ ആയുധമാണ്. നീ എന്റെ കാലുകളും കെട്ടുകയാണോ? പാദങ്ങൾ ആത്മാവിന്റെ വാഹനങ്ങളുടെ ചക്രങ്ങളാണ്. ഒന്നിച്ചു നിന്നില്ലെങ്കിൽ യാത്ര തടസ്സപ്പെടും. ചേതന, മുഖംമൂടി അണിയിക്കൂ. ഇനി ഈ മുഖംമൂടി കൊണ്ട് മുഖം മറയ്ക്കാൻ പോവുകയാണ് ബാബു. നിങ്ങളുടെ കണ്ണുകളിൽ ഭയത്തേക്കാളേറെ സഹതാപം നിറയുന്നു. അത്രയ്ക്ക് സഹതാപം തോന്നാൻ മാത്രം ദൈന്യം എന്റെ കണ്ണുകളിലുണ്ടോ? ദാദാ, തുമ്മി ആമേ ക്ഷമ കരോ. എന്നോട് ക്ഷമിക്കൂ. ചേതന, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. തുമാർ ഭാലോ ഭോബേ. യഥിത. ചേതന, വെരി ഗുഡ്, പെർഫെക്റ്റ്. ഒരു പെൺകുട്ടിയായി നീ ആണുങ്ങളുടെ കടയ്ക്കൽ കത്തിവച്ചിരിക്കുകയാണ്. ബോഡി എടുക്കാൻ ആരെങ്കിലും വന്നോ? അവന്റെ അനുജൻ വന്നിട്ടുണ്ട്. പക്ഷേ ബോഡി ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല.
അയാളുടെ ശരീരം എനിക്ക് തരൂ ശിവദേവ് ബാബു. അതൊക്കെ ഗവൺമെന്റ് നോക്കിക്കോളും. അയാളുടെ ആത്മാവ് മോക്ഷം കിട്ടാതെ അലയരുത്. അതൊക്കെ നമുക്ക് നോക്കാം. ഇപ്പൊ ഓഫീസിലേക്ക് വരൂ. നിനക്ക് പണം വേണ്ടേ? അയാൾ എന്നെ വീണ്ടും വഞ്ചിച്ചു. വെറും 20 സെക്കൻഡ് കൊണ്ട് ഒരു പുരുഷനെ പരലോകത്തെത്തിച്ച എന്നെ അയാൾ ആർക്കൊക്കെയോ ചില നോട്ടുകൾ സമ്മാനിച്ച് വീണ്ടും സ്റ്റുഡിയോയിലെത്തിച്ചു. ന്യൂസ് എന്നാൽ എന്റർടൈൻമെന്റ് കൂടിയാക്കാമെന്ന് തെളിയിച്ചത് സഞ്ജീവ് കുമാർ മിത്രയാണ്. കൺഗ്രാറ്റുലേഷൻസ് ചേതന. സംഭവം ക്ലിക്കായി. ചേതന ഇപ്പോൾ ഒരു വലിയ സംഭവമായി. സ്വതന്ത്ര ഇന്ത്യക്ക് ഒരു വലിയ റോൾ മോഡലാണ് നിങ്ങൾ. ഇത് ഞാൻ ചേതനയെ സന്തോഷിപ്പിക്കാൻ പറയുകയല്ല. ഇന്നലെയും ഇന്നുമായിട്ട് തൂക്കിക്കൊല അനുകരിച്ച് 11 കുട്ടികൾ മരിച്ചു. ദാറ്റ് മീൻസ് തൂക്കിക്കൊലയ്ക്ക് അത്രമേൽ ഇമ്പാക്ട് ജനഹൃദയങ്ങളിൽ ചെലുത്താൻ സാധിച്ചിരിക്കുന്നു. ഏതായാലും കല്യാണം കഴിയാതിരുന്നത് ഭാഗ്യമായി. മാർക്കറ്റ് വാല്യൂ ഇടിഞ്ഞേനെ. വേഗം റെഡിയാവ്, ഷോ തുടങ്ങാൻ സമയമായി. യതീന്ദ്രനാഥ് ബാനർജിയുടെ വധശിക്ഷ നടപ്പാക്കി കഴിഞ്ഞു. ചേതന ഗൃഥ മല്ലിക് എന്ന ഈ ആരാച്ചാർ ചരിത്രം തിരുത്തിക്കുറിച്ചു എന്നതിൽ നമുക്ക് സന്തോഷിക്കാം. ഇതൊരു തൂക്കുമരമാണ്. ഈ പരിപാടിക്ക് വേണ്ടി ഞങ്ങൾ പണി കഴിപ്പിച്ചതാണ്. എങ്ങനെയാണ് തൂക്കിക്കൊല നടപ്പിലാക്കിയതെന്ന് ചേതന പ്രേക്ഷകർക്ക് വേണ്ടി കാണിച്ചു തരാൻ പോവുകയാണ്. ചേതന, വരൂ. ഈ തൂക്കുമരത്തിനടുത്തേക്ക് വരൂ. ഇതാ കയർ. ഇദ്ദേഹത്തിന്റെ കഴുത്തിലാണ് കുടുക്കിടേണ്ടത്. എന്റെ ഉള്ളിൽ നിന്ന് മുടിയഴിച്ചിട്ട് പൂർണ്ണ നഗ്നയായ ഒരുവൾ ചാടിയിറങ്ങി. അവൾ എന്നെ തള്ളിയിട്ട് കയർ പിടിച്ചു വാങ്ങി. അവൾ ശക്തയായിരുന്നു. അവൾ കത്തുന്ന കാട് പോലെ പൊള്ളി. എന്റെ കോശങ്ങൾ ഉരുകി. ശിരസിൽ നിന്ന് 1000 സർപ്പങ്ങൾ പല വഴി പാഞ്ഞു. ഇതിന്റെ നീളം ശരിയല്ല. ഈ കുടുക്ക് ഇദ്ദേഹത്തിന് പാകമല്ല. സഞ്ജീവ് കുമാർ മിത്ര, ഇങ്ങോട്ട് വരൂ. ഈ കയറിന് നിങ്ങളാണ് ചേരുക. ഞാനോ? ശരി, എന്റെ കഴുത്തിൽ തന്നെ കുടുക്കിട്ടോളൂ. അല്പം കൂടി മുന്നോട്ട് വരൂ. മുന്നോട്ട്. എന്താ, ഭയമുണ്ടോ? ഹേയ്, നിങ്ങളുടെ മുഖത്തു നിന്നും ഞാൻ ഈ കണ്ണട എടുത്തു മാറ്റുന്നു. ഈ ടൈയും ഞാൻ അഴിച്ചെടുക്കുന്നു. ഒരിക്കലെങ്കിലും എനിക്ക് നിങ്ങളെ ഒന്ന് അനുഭവിക്കണം. ഈ ടൈ കൊണ്ട് നിങ്ങളുടെ കൈകൾ പിന്നിൽ വെച്ച് കെട്ടുകയാണ്. നിങ്ങളുടെ കഴുത്ത് ഇതാ, ഇവിടെയാണ് കുടുക്ക് മുറുകുന്ന സ്ഥലം. വെർട്ടിബ്ര ഒടിയണം. 20 സെക്കൻഡ് സമയം. ഇതാ, ഒരു വരണമാല്യം പോലെ ഈ കയറിന്റെ കുടുക്ക് ഞാൻ നിങ്ങളുടെ കഴുത്തിൽ അണിയിക്കുകയാണ്. ഭയക്കരുത്, ഭയക്കരുത് സഞ്ജീവ് കുമാർ മിത്ര. ഭയക്കാൻ യാതൊന്നുമില്ല. മരണം വരെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. നീലപ്പൂക്കൾ നിറഞ്ഞ അപരാജിത വള്ളി എന്റെ സിരകളിൽ പൊട്ടിമുളച്ചു പടർന്നു. അയാളുടെ കണ്ണുകളിൽ ഭയവും എന്റെ മനസ്സിൽ പ്രണയവും നിറഞ്ഞു. ഞാൻ സാവധാനം കുടുക്ക് മുറുക്കി. മിന്നൽ വേഗത്തിൽ കയറിന്റെ മറ്റേ തുമ്പും വലിച്ചു. മാട്ടർ മാനുഷ്. പ്രണയത്തിന്റെയും മരണത്തിന്റെയും മണ്ണിന്റെയും പേരിൽ എന്റെ നാമവും ജീവിതവും ഭാരതത്തിലും മുഴുവൻ ലോകത്തിലും ഞാൻ അനശ്വരമാക്കി. ഞാൻ ഭവിഷ്യത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചു. जोड़ी तोड़ाक्षुने के बुनाश तो भी एकल चलो रे.
ആരാച്ചാർ കെ.ആർ. മീരയുടെ നോവലിന്റെ നാടകരൂപം സമാപിക്കുന്നു. റേഡിയോ രൂപം അനിൽ ജനാർദ്ദനൻ, സംവിധാനം എൻ. വാസുദേവ്, സംഗീതം ബി.ആർ. ബിജുറാം. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ഫണിഭൂഷൺ ഗൃഥ മല്ലിക് ലാൽ, സഞ്ജീവ് കുമാർ മിത്ര ഗോവിന്ദ് പത്മസൂര്യ, ചേതന ഗൃഥ മല്ലിക് എസ്. ദേവി, അമ്മ സോന നായർ, ധാക്കുമ സി.ആർ. ആനന്ദവല്ലി, യതീന്ദ്രനാഥ ബാനർജി ആർ. സി. ഗോപാൽ, രാമുദ ശരത്, ശിവ്ദേവ് പ്രേംകുമാർ, ഐ. ജി. കൊല്ലം തുളസി, ത്രൈലോക്യദേവി മീന നെവിൽ, പ്രതിമ ഘോഷ് അടൂർ ആശാദേവി, സുഖ്ദേവ് ഗൃഥ മല്ലിക് പള്ളിപ്പുറം ജയകുമാർ, അമർത്യ ഘോഷിന്റെ അച്ഛൻ തൃപ്പാദപുരം രവി, കാക്കുമ ചന്ദ്രു നിർമ്മൽ. കൂടാതെ പറക്കോട് ഉണ്ണികൃഷ്ണൻ, എസ്. രാജശേഖരൻ, മണികണ്ഠൻ മടവൂർ, രാകേഷ് എം. എസ്. സാങ്കേതിക സഹായം വി. സുരേഷ് കുമാർ. സംവിധാന സഹായം വി. എൻ. ദീപ, എം. നിസാമുദ്ദീൻ, അശ്വതി ബാലചന്ദ്രൻ.